നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസ്സേ നൊബേൽ പ്രൈസ് 2022 കോഡിന്റെ രൂപത്തിൽ എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കണേ. പിന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഒന്ന് കാണിച്ചിട്ട് പോവുക. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. തുടങ്ങിയാലോ. നൊബേൽ പ്രൈസ്. ഈ നൊബേൽ പ്രൈസ് എത്ര വിഷയങ്ങൾക്കാണ് കൊടുക്കുന്നത്? 6 വിഷയങ്ങൾക്കാണ് നൊബേൽ പ്രൈസ് കൊടുക്കുന്നത്. നമ്മൾ 2021 നൊബേൽ പ്രൈസ് കോഡിന്റെ രൂപത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. 2021 ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം. കാരണം 22 കറണ്ട് ആയിട്ടുള്ളതും ചിലപ്പം പ്രീവിയസ് ആയിട്ടുള്ളതും PSC ചോദിക്കാം. അപ്പൊ 2021 ഞാൻ ഓൾറെഡി കോഡിന്റെ രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഞാൻ വീഡിയോ വേണമെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം. 2022 നൊബേൽ പ്രൈസ്. ആദ്യമായിട്ട് രസതന്ത്രം നോക്കാവേ. ഇപ്പൊ രസതന്ത്രത്തില് ഇപ്രാവശ്യം 3 വ്യക്തികൾക്കാണ് നൊബേൽ പ്രൈസ് ലഭിച്ചത്. നൊബേൽ പ്രൈസ് 2022 രസതന്ത്രത്തിൽ 3 പേർക്കാണ് ലഭിച്ചത്. ആ 3 പേരുടെ പേര് ജസ്റ്റ് ഒന്ന് നോക്കാം. കാൾ ബാരി ഷാർപ്പ്ലെസ്. ഈ നമ്മളെപ്പോഴും പേര് പഠിക്കുമ്പോ ഇല്ലേ, ഈ ഫ്രണ്ടിലത്തെ പേര് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. PSC ചിലപ്പം ഫ്രണ്ടിലത്തെ പേര് തരാതെ അവസാനത്തെ പേരായിരിക്കും തരുന്നത്. ഫ്രണ്ടിലത്തെ പേര് മാത്രം തന്നിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടില്ല. ഈ അവസാനത്തെ പേര് വേണം എപ്പോഴും നോക്കിയിരിക്കാൻ. ഫ്രണ്ടിലത്തെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഫുൾ നെയിം നോക്കാം. കാൾ ബാരി ഷാർപ്പ്ലെസ്, കരോലിൻ ആർ ബ്രെട്ടൌസി, അവർ രണ്ടുപേരും USA ആണ്. മോർട്ടൻ P മെൽഡൽ, ഡെൻമാർക്ക്. അപ്പൊ ഇവർക്ക് 3 പേർക്കുമാണ് 2022 രസതന്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഇവിടെ നിങ്ങൾ നോക്കിയിരിക്കേണ്ട പേരുകള് ഷാർപ്പ്ലെസ്, ബെർട്ടൌസി, മെൽഡൽ. ഷാർപ്പ്ലെസ്, ബെർട്ടൌസി, മെൽഡൽ. കോഡ് പറയട്ടെ. ബ്രിട്ടോയുടെ മെഡല് ഷാർപ്പ് അല്ലാത്തത് കൊണ്ട് ഒരു രസമില്ല. അതാണ് കോഡ്. ബ്രിട്ടോയുടെ മെഡല് ഷാർപ്പ് അല്ലാത്തത് കൊണ്ട് ഒരു രസവും ഇല്ല. കോഡ് കിട്ടിയല്ലോ. ബ്രിട്ടോയുടെ മെഡല് ഷാർപ്പ് അല്ലാത്തത് കൊണ്ട് ഒരു രസവും ഇല്ല. ബ്രിട്ടോ, ബെർട്ടോസി. മെഡൽ, മെൽഡൽ. ഷാർപ്പ് അല്ല, ഷാർപ്പ്ലെസ്. ഒരു രസവും ഇല്ല എന്ന് വെച്ചാൽ രസതന്ത്രത്തിനാണ് ഇവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബ്രിട്ടോയുടെ മെഡല് ഷാർപ്പ് അല്ലാത്തത് കൊണ്ട് ഒരു രസവും ഇല്ല. ഇനി ഇവർക്ക് എന്തിനാ കിട്ടിയേ? എന്ത് വിഷയത്തിനാ? കെമിസ്ട്രി ആണെന്ന് അറിയാം. അപ്പൊ കെമിസ്ട്രിയിലെ എന്ത് സംഭാവനയ്ക്ക്? ക്ലിക്ക് കെമിസ്ട്രി, ബയോ ഓർത്തോഗണൽ കെമിസ്ട്രി എന്നിവയിലെ സംഭാവനകൾക്കാണ് ഇവർക്ക് 3 പേർക്കും രസതന്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. ക്ലിക്ക് കെമിസ്ട്രി, ഓർത്തോഗണൽ കെമിസ്ട്രി. വേണമെങ്കിൽ ഇങ്ങനെ ഓർക്കാം. ബെർട്ടോസിയുടെ മെഡല് ഷാർപ്പ് അല്ലാത്തത് കൊണ്ട് ഒരു രസവും ഇല്ല. അതെനിക്ക് ഇപ്പോഴാണ് ക്ലിക്ക് ആയത്. അങ്ങനെ ഓർക്കാലോ. ക്ലിക്ക് ആയത് ക്ലിക്ക് കെമിസ്ട്രി, ബയോ ഓർത്തോഗണൽ കെമിസ്ട്രി. ഇതിലെ ഈ കാൾ ബാരി ഷാർപ്പ്ലെസ് USA ആണ്, ബെർട്ടൌസി USA ആണ്, മെൽഡൽ ഡെൻമാർക്ക് ആണെന്ന് പറഞ്ഞില്ലേ. ഈ ഷാർപ്പ്ലെസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹത്തിനില്ലേ നൊബേൽ പ്രൈസ് 2ാമത്തെ തവണയാണ് കിട്ടുന്നത്. നൊബേൽ പ്രൈസ് കിട്ടുന്നത് 2ാമത്തെ തവണയാണ് ഷാർപ്പ്ലെസ്സിന്. ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് കിട്ടിയത് 2001 ഒന്നാമത് കിട്ടിയത് 2001 അപ്പൊ ആദ്യമായിട്ട് കിട്ടിയത് 2001 ഓർക്കാം. അപ്പൊ ഇതുവരെ 2 തവണ നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള 5 വ്യക്തികളാണ്. ഇദ്ദേഹത്തിനെയും കൂടെ കൂട്ടി 5 വ്യക്തി. അപ്പൊ നൊബേൽ പ്രൈസ് 2 തവണ ലഭിച്ചിട്ടുള്ള 5ാമത്തെ വ്യക്തി ആരാ? ഷാർപ്പ്ലെസ് ആണ് 5ാമത്തെ വ്യക്തി. അപ്പൊ ആദ്യത്തെ വ്യക്തി ആരാ? മേരി ക്യൂറിക്കാണ് നൊബേൽ പ്രൈസ് 2 തവണ ലഭിച്ചത്. അപ്പൊ നൊബേൽ പ്രൈസ് 2 തവണ ലഭിച്ച ആദ്യത്തെ വ്യക്തി മേരി ക്യൂറി, 2ാമത്തെ വ്യക്തി ലിനസ് പോളിംഗ്, 3ാമത്തെ വ്യക്തി ജോൺ ബെർദീൻ ആണ് 3ാമത് 2 തവണ നൊബേൽ പ്രൈസ് കിട്ടിയത്. 4ാമത് ഫ്രെഡറിക് സാംഗർ, 5ാമത് നമ്മുടെ ബാരി ഷാർപ്പ്ലെസ്. അപ്പൊ 5ാമത്തെ വ്യക്തിയാണ് ബാരി ഷാർപ്പ്ലെസ്. മേരി ക്യൂറി, ലിനസ് പോളിംഗ്, ജോൺ ബെർദീൻ, ഫ്രെഡറിക് സാംഗർ, ബാരി ഷാർപ്പ്ലെസ്. ഇതാണ് 5 വ്യക്തികൾ. നൊബേൽ സമ്മാനം 2 തവണ ലഭിച്ചിട്ടുള്ള 5 വ്യക്തികൾ. ഇനി 2 സംഘടനകൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ICRC എന്നാൽ റെഡ് ക്രോസ് ആണ്, ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ്. പിന്നെ കിട്ടിയത് UNHCR, ഓഫീസ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജി. യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസിന്റെ ഓഫീസിനാണ് അടുത്ത മൾട്ടിപ്പിൾ ടൈംസ് കിട്ടിയിട്ടുള്ളത്.
ICRC റെഡ് ക്രോസിന് 3 തവണയാണ് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ലഭിച്ചത് 1917, രണ്ടാമത് 1944, മൂന്നാമത് 1963. 3 തവണ 17, 44, 63 3 തവണയാണ് റെഡ് ക്രോസിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഓഫീസ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഓഫ് റെഫ്യൂജീസിന് 2 തവണയാണ് ലഭിച്ചത്, 54-ലും 81-ലും. 54-ലും 81-ലും. അപ്പൊ ഇത്രയാണ് രസതന്ത്രത്തിനെ പറ്റി ഓർക്കാനുള്ള. കോഡ് എന്തുവാണ്? ബ്രിട്ടോയുടെ മെഡല് ഷാർപ്പ് അല്ലാത്തത് കൊണ്ട് ഒരു രസവും ഇല്ല. അതെനിക്ക് ഇപ്പോഴാ ക്ലിക്കായത്. ക്ലിക്ക് കെമിസ്ട്രി എന്നുകൂടി ഓർക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇനി അടുത്തതേ വൈദ്യശാസ്ത്രമാ. ഭാഗ്യത്തിന് വൈദ്യശാസ്ത്രത്തിന് ഒരാൾക്ക് മാത്രമേ ഇപ്രാവശ്യം നൊബേൽ സമ്മാനം കിട്ടിയുള്ളേ. ഒരാളെ മാത്രം പഠിച്ചാൽ മതി. വൈദ്യശാസ്ത്രത്തിന് ഇത്തവണ 2022 നൊബേൽ പ്രൈസ് ലഭിച്ച ആളാണ് സ്വാൻഡെ പാബു. അങ്ങനെ ഓർക്കാം. അവനെ പാമ്പ് കടിച്ചപ്പോ വൈദ്യസഹായം തേടി. എന്ന് ഓർത്താൽ മതി. അപ്പൊ സ്വാൻഡെ പാമ്പോ അല്ലെങ്കിൽ പാമ്പ് എന്ന് ഓർത്താൽ മതിയല്ലോ. അപ്പൊ അവനെ പാമ്പ് കടിച്ചപ്പോ വൈദ്യസഹായം തേടി, ഇത്രയും ഓർത്താൽ മതി. അപ്പം മെഡിസിൻ ഉള്ളതാണെന്ന് കിട്ടും. പിന്നെ പാമ്പ് എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു നെയിം ഓർത്താൽ മതി, പാമ്പ്. അപ്പൊ ഇദ്ദേഹത്തിന് എന്ത് സംഭാവനയ്ക്കാ നൊബേൽ പ്രൈസ് ലഭിച്ചത്? ഇദ്ദേഹത്തിന് ഈ ഹോമോസാപ്പിയൻസ് ഒഴികെയുള്ള ആദിമ നരവംശരുടെ DNA ശേഖരണം, അതിനുള്ള സംഭാവനയ്ക്കാണ്, അതിന് കൊടുത്ത കോൺട്രിബ്യൂഷനാണ് ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. മനുഷ്യവംശത്തിന്റെ പരിണാമം, പിന്നെ ആദിമ നരവംശ വിഭാഗങ്ങളുടെ ജനിതക വിവര ശേഖരണം എന്നിവയ്ക്ക് നൽകിയ സംഭാവനയ്ക്കാണ് ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഒറ്റൊരു വ്യക്തിയായതുകൊണ്ട് രാജ്യം എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്വീഡൻ ആണ്. സ്വീഡൻ. ഓക്കെ, അപ്പോ അവനെ പാമ്പ് കടിച്ചപ്പോ വൈദ്യസഹായം തേടി ഇദ്ദേഹത്തിന്റെ രാജ്യം സ്വീഡനാണ്. ഇനി സാഹിത്യത്തിനും ഒറ്റൊരാൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ. അതും സമാധാനം, എളുപ്പത്തിൽ പഠിക്കാം. ഇങ്ങനെ ഓർത്താൽ മതി. എന്റെ എറണാകുളത്തുള്ള ഫ്രണ്ട് ആനി ഭയങ്കര സാഹിത്യകാരിയാ. അങ്ങനെ ഓർത്താൽ മതി. എന്റെ എവിടെയുള്ള എറണാകുളത്തുള്ള ഫ്രണ്ട്, ഫ്രാൻസ് എന്നുള്ളത് ഫ്രണ്ടിലേക്ക് കണക്ട് ചെയ്യാം. ഫ്രണ്ട് ആനി ഭയങ്കര സാഹിത്യകാരിയാണ് എന്ന് ഓർത്താൽ മതി. എന്റെ എറണാകുളത്തുള്ള ഫ്രണ്ട് ആനി സാഹിത്യകാരിയാണ്. ഓക്കെ, ഇവരുടെ ഒരു പ്രത്യേകത മനുഷ്യാവകാശങ്ങൾ തുറന്നു കാണിക്കാൻ ഒരു ധൈര്യം കാണിച്ച ഒരു വ്യക്തിയാണ് ആനി എർണോക്സ്. മനുഷ്യാവകാശങ്ങൾ തുറന്നു കാണിക്കാൻ, തന്റെ എഴുത്തിലൂടെ തുറന്നു കാണിക്കാൻ ധൈര്യം കാണിച്ച ഒരു വ്യക്തിയാണ് ആനി എർണോക്സ്. ഫ്രാൻസ് ആണ് സ്വദേശം. പിന്നെ സാഹിത്യം പഠിക്കുമ്പോൾ എന്തായാലും കൃതികൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൃതികൾ നോക്കാം. എ വുമൺസ് സ്റ്റോറി, മനുഷ്യാവകാശം. അപ്പം സ്ത്രീകളുടെ ഒരു അവകാശം, മെയിനായിട്ട് ഗർഭചിത്രം പോലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ തുറന്ന് കാണിക്കാൻ, മടിയില്ലാതെ തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ധൈര്യം കാണിച്ചൊരു വനിതയാണ്. അപ്പൊ എ വിമൺസ് സ്റ്റോറി എന്ന് പറയുന്നത് ഇവരുടെ കൃതിയാ. പിന്നെ ദി ഇയേഴ്സ്, എ വിമൺ സ്റ്റോറി, ദി ഇയേഴ്സ്, പൊസിഷൻസ്, ക്ലീൻഡ് ഔട്ട്, ഹാപ്പനിങ്, എ മാൻസ് പ്ലേസ്, ഷെയിം എന്നൊക്കെ ഉള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. എ വുമൺസ് സ്റ്റോറി, ദ ഇയേഴ്സ്, പൊസിഷൻസ്, ക്ലീൻഡ് ഔട്ട്, ഹാപ്പനിങ്, എ മാൻസ് പ്ലേസ്, ഷെയിം എന്നിവയൊക്കെ ആനി എർണോക്സിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. വൈദ്യശാസ്ത്രവും കിട്ടി, സാഹിത്യവും കിട്ടി. അടുത്ത നോക്കാം. സാമ്പത്തിക ശാസ്ത്രമാണ് എക്കണോമിക്സ്. അപ്പൊ എക്കണോമിക്സിൽ ഇപ്രാവശ്യം 3 പേർക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. ബാങ്കുകളും ധനപ്രതിസന്ധികളും എന്ന വിഷയത്തെ സംബന്ധിച്ച ഗവേഷണത്തിന്. ബാങ്കുകളും ധനപ്രതിസന്ധികളും എന്ന വിഷയത്തെ സംബന്ധിച്ച ഗവേഷണത്തിനാണ് ഇവർക്ക് 3 പേർക്കും നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇത് പഠിക്കാൻ കുറച്ച് ഈസിയാ. ഇവരുടെ പേര് ആദ്യം നോക്കാം. ഡോഗ്ലസ് W ഡയമണ്ട്, ബെൻ എസ് ബെർണാങ്കെ, ഫിലിപ്പ് എച്ച് ഡിബ്വിക്. ഇവർ 3 പേരും അമേരിക്കൻ സ്വദേശികളാണ്, USA ആണ്. ഓർത്താ മതി. സാമ്പത്തിക ശാസ്ത്രമല്ലേ, പൈസയൊന്നും കയ്യിലില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പൈസയൊന്നും കയ്യിലില്ലാത്തത് കൊണ്ട് ബിഗും വെച്ച് ബാങ്കില് ഡയമണ്ട് പണയം വെക്കാൻ പോയി. അത്രേ ഓർത്താ മതി. സാമ്പത്തികം, പൈസയൊന്നും കയ്യിലില്ല, അതുകൊണ്ട് വിഗും വെച്ച് ഡിബ്വിഗ്, തലയിൽ മുടിയും ഇല്ല, പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ടെൻഷൻ അടിച്ച് തലയിൽ മുടിയും പോയി. അപ്പൊ വിഗും വെച്ച് ബാങ്ക്, ബെർണാങ്കെ ബാങ്കില് ഡയമണ്ട് പണയം വെക്കാൻ പോയി.
ഓക്കെ, അപ്പൊ പ്രതിസന്ധിയാണ് മൊത്തത്തിൽ. അപ്പൊ ബാങ്കുകളും പ്രതിസന്ധിയും എന്ന വിഷയം ഒന്ന് അവിടെ നിന്ന് കിട്ടും. അപ്പൊ മൊത്തത്തിൽ ഒരു പ്രതിസന്ധിയാണ്, സാമ്പത്തികമായിട്ട് വളരെ ഡൗൺ ആണ്. അപ്പൊ വിഗും വെച്ചുകൊണ്ട് ബാങ്കില് ഡയമണ്ട് പണയം വെക്കാൻ പോയി. അപ്പോൾ വിഗും വെച്ച് ബാങ്കിൽ ഡയമണ്ട് പണയം വെക്കാൻ പോയി എന്ന കൂടെ ഓർത്താൽ മതി. ഇവർ 3 പേരും USA-കാരാണ്. ഇനി ഭൗതിക ശാസ്ത്രം, ഫിസിക്സിനും ഇത്തവണ 3 പേർക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. എലൈൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആന്റോൺ സെയ്ലിംഗർ. എലൈൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആന്റോൺ സെയ്ലിംഗർ എന്ന 3 പേർക്കാണ് ഇത്തവണത്തെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇവർക്ക് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന പ്രതിഭാസത്തെ സംബന്ധിച്ച പഠനത്തിനാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇതെങ്ങനെ ഓർക്കാം? സെലീനയുടെ ക്വാണ്ടത്തെ സംബന്ധിച്ച ആസ്പെക്ട് ക്ലോസ് ആയി എന്ന് ഓർത്താൽ മതി. സെലീന, സെയ്ലിംഗർ, സെലീനയുടെ ക്വാണ്ടത്തെ സംബന്ധിച്ച ക്വാണ്ടം സിദ്ധാന്തം, ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് അവിടെ കണക്ട് ചെയ്യാം. ഇപ്പോൾ സബ്ജക്റ്റ് എന്തിനാണ് കിട്ടിയെന്ന് അവിടെ കണക്ട് ചെയ്യാലോ, ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ്. ഇപ്പൊ ക്വാണ്ടത്തെ സംബന്ധിച്ച ആസ്പെക്ട് ക്ലോസ് ആയി. ഭൗതിക ശാസ്ത്രത്തിന് 3 പേർക്കാണ് ലഭിച്ചത്. സെലീനയുടെ ക്വാണ്ടത്തെ സംബന്ധിച്ച ആസ്പെക്ട് ക്ലോസ് ആയി. ഇതിൽ ആസ്പെക്ട് എന്ന വ്യക്തി ഫ്രാൻസ് ആണ്, ക്ലോസർ USA, സെയ്ലിംഗർ ഓസ്ട്രിയ. ഇത്രയും പേർക്കാണ് ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. അടുത്തത് നോക്കാം. അടുത്തത് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ആണ്. 3 പേർക്കായിട്ടാണ് ഷെയർ ചെയ്തത്. 3 പേരെന്ന് പറയുന്നത് ഒരാളെ ഉള്ളു വ്യക്തി, 2 എണ്ണം സംഘടനയാണ്. വ്യക്തിയുടെ പേര് അലസ് ബിയാലിയാറ്റ്സ്കി. സംഘടന ഇന്റർനാഷണൽ മെമ്മോറിയലും സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസും. ഇതില് അലസ് ബിയാലിയാറ്റ്സ്കി ബെലാറസ് സ്വദേശിയാണ്. ഇന്റർനാഷണൽ മെമ്മോറിയൽ റഷ്യ ആസ്ഥാനമായിട്ടുള്ള ഒരു സംഘടനയാണ്. സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് ഉക്രൈൻ ആസ്ഥാനമായിട്ടുള്ള മനുഷ്യാവകാശ സംഘടനയാണ്. ഇതെങ്ങനെ ഓർക്കാം? സമാധാനമല്ലേ, ആകെ അലമ്പാണ്, ആകെ അലമ്പും ബഹളവും ആയതുകൊണ്ട് ഒരു സമാധാനവും ഇല്ല. എവിടെയാണ്? റഷ്യയിലും ഉക്രൈനിലും യുദ്ധം വന്നിട്ടേ സമാധാനം എല്ലാം പോയി കിടക്കാം. ആകെ അലമ്പും ബഹളവും ഒക്കെ ആയതുകൊണ്ട് ഒരു സമാധാനവും ഇല്ല റഷ്യയിലും ഉക്രൈനിലും. അങ്ങനെ 2 സംഘടനകൾ ഇടപെട്ടു. ഏതൊക്കെയാ? ഇന്റർനാഷണൽ മെമ്മോറിയലും പിന്നെ സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസും ഇടപെട്ടു സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ആകെ അലമ്പായതുകൊണ്ട് അതാണ് അലസ് എന്നുള്ളത് ഓർത്തത്. അലസ് ബെലാറസ് ബഹളം, ആകെ അലമ്പും ബഹളവും ആയതുകൊണ്ട് ഒരു സമാധാനവും ഇല്ല. എവിടെയാ? റഷ്യയിലും ഉക്രൈനിലും. അങ്ങനെ 2 സംഘടനകൾ ഇടപെട്ടു. മെമ്മോറിയലും സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസും. ഇവിടെ ഇന്റർനാഷണൽ മെമ്മോറിയൽ റഷ്യയാണ് ആസ്ഥാനം. ഫോം ചെയ്ത വർഷം 1992. പിന്നെ സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് സ്ഥാപിതമായ വർഷം 2007 ആണ്. 2007 സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് സ്ഥാപിതമായത്. ഈ അലസ് ബിയാലിയാറ്റ്സ്കിക്ക് സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശത്തിനും വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾക്കാണ് ഇദ്ദേഹത്തിന് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം കൊടുത്തത്. അതും ഇങ്ങനെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനാണ് ഇദ്ദേഹത്തിന് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അലമ്പും ബഹളവും. അപ്പം അലസ് ബെലാറസ് സമാധാനം, റഷ്യ ഉക്രൈൻ. മെമ്മോറിയൽ ഫോം ചെയ്തത് 1992 ആണ്. സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് 2007. ഓക്കെ, അപ്പൊ ഇത്രയാണ് 6 വിഷയങ്ങൾ. പിന്നെ സമ്മാനം കിട്ടിയ ആൾക്കാർ കോഡൊക്കെ ഈസി ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കണം. 1-2 തവണ കേട്ട് നോക്കാം, സെറ്റ് ആവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണാം. ബൈ, ടാറ്റ, താങ്ക് യു.